യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം ദുര്യോധനാദികൾ കൊട്ടാരത്തിലെത്തി വിശ്രമിച്ചു. ഇനി അനന്തരകരണീയമെന്ത് എന്നതിനെ സംബന്ധിച്ചും ദുര്യോധനനും ശകുനിയും ദുശാസനനും കർണനും ചേർന്ന് ആലോചന തുടങ്ങി. ആ ആലോചനയിൽ കർണൻ പറഞ്ഞ അഭിപ്രായം വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ പാഞ്ചാലിന് പകുതി രാജ്യമേ ഉള്ളൂ. അപ്പോൾ പകുതി രാജ്യം ഉള്ള പാഞ്ചാലിന് ധനപരമായി ശോഷിപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാം. പാഞ്ചാലനെയും കൊല്ലാം, ധൃഷ്ടദ്യുമ്നനെയും കൊല്ലാം, പാണ്ഡവന്മാരെയും കൊല്ലാം, പാഞ്ചാലിയെയും കൊല്ലാം. ഇതാണ് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം. ഇത് കേട്ട് ശകുനി ചിരിച്ചു. ശത്രുക്കളെ നശിപ്പിക്കാൻ വേറെ പലതരത്തിലുള്ള വഴികളുണ്ട്. യുദ്ധം ഏറ്റവും ഒടുവിലത്തേതായിരിക്കണം. നിനക്ക് പാണ്ഡവന്മാരെ ഇല്ലാതെയാക്കുകയല്ലേ വേണ്ടൂ. അതിനുള്ള വഴികൾ ഞാൻ കണ്ടുപിടിച്ച് പറഞ്ഞു തരാം. തൽക്കാല സമയത്തേക്ക് ശാന്തമായിട്ടിരിക്കുക. അതിന് വഴികൾ കണ്ടുപിടിക്കാം, അതിന് വഴികളുണ്ടാകും. അതിന് ഞാൻ ഉറപ്പ് തരുന്നു. നീ ശാന്തമായിട്ടിരിക്കുക, സ്വസ്ഥനായിട്ടിരിക്കുക. ആരോഗ്യത്തെ നശിപ്പിക്കാതെ നീ ശത്രുവിനോടുള്ള പക നിൻ്റെ മനസ്സിൽ വെച്ചാൽ, ആരുടെ മനസ്സിലാണോ പകയിരിക്കുന്നത് ആ പക മനസ്സിൽ കൊണ്ടു നടക്കുന്നവനാണ് നശിക്കുന്നത്, ആ ശത്രുവല്ല. അപ്പോൾ പക സമുദ്രത്തിനടിയിലിരിക്കുന്ന ബടവാഗ്നി പോലെ സൗകര്യം കിട്ടുമ്പോൾ പുറത്തേക്കിറങ്ങി കത്തിപ്പടരും. അപ്പോൾ പക ആര് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നുവോ അവരൊക്കെയും ബടവാഗ്നിയെ അന്തർഭാഗത്ത് വഹിക്കുന്ന സമുദ്രത്തെ പോലെയാണ്. ഏത് സമയത്തും ഈ ബടവാഗ്നി വെച്ചാൽ കുതിരയുടെ മുഖത്തിൻ്റെ ആകൃതിയിൽ ഈ ഔർവൻ്റെ കോപത്തെ അഗ്നിയാക്കിയെടുത്ത്, ഔർവ മഹർഷി അദ്ദേഹത്തിൻ്റെ കോപത്തെ അഗ്നിയാക്കിയെടുത്ത് സമുദ്രത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന കഥയിൽ നിന്ന് വരുന്നതാണ് ആ ഇമേജ്. അതുകൊണ്ട് പക ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അഗ്നിയാണ്. ആ അഗ്നി ആരാണോ പകയെ, പ്രതികാരത്തെ, ശത്രുതയെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്, ആ സൂക്ഷിക്കുന്നയാളിനെയാണ് ആദ്യം വകവരുത്തുന്നത്, അല്ലാതെ മറ്റേ ആളിനല്ല. അപ്പം അതിന് നമുക്ക് വഴികൾ കണ്ടുപിടിക്കാം. ശാന്തമായിരിക്കൂ എന്നവർ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിതുരർ ആഹ്ലാദത്തോടുകൂടി ചെന്ന് ധൃതരാഷ്ട്രരുടെ മുറിയുടെ വാതിക്കൽ നിന്നുകൊണ്ട് അകത്തേക്ക് വിളിച്ചു പറഞ്ഞു. സന്തോഷത്തിൽ മതിമറന്ന് നിൽക്കുകയാണ് വിതുരർ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ട്. അങ്ങയുടെ മൂത്ത പുത്രൻ പാഞ്ചാലിയെ വിവാഹം കഴിച്ചിരിക്കുന്നു, വില്ലുകുലച്ച് പാഞ്ചാലിയെ നേടിയിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് വലിയ ആഹ്ലാദമായി. ധൃതരാഷ്ട്രർ പറഞ്ഞു, അതങ്ങനെയല്ലേ വരൂ, അവൻ വലിയ വീരൻ, എല്ലാ യുദ്ധമുറകളും അവനറിയാം, വിശേഷാൽ ഗദായുദ്ധത്തിൽ സമർത്ഥൻ. ഗദായുദ്ധത്തിൽ ലോകപ്രസിദ്ധനായ ബലരാമൻ്റെ ശിഷ്യൻ, ശാരീരിക ശേഷിയുള്ളവൻ, ആരും കണ്ടാൽ കൊതിക്കത്തക്ക വിധത്തിൽ സുമുഖൻ, അങ്ങനെയൊക്കെയുള്ള ദുര്യോധനനെ പാഞ്ചാലി ഭരിച്ചു എന്ന് പറഞ്ഞാലും അവൻ വില്ലെടുത്ത് കുലച്ചു എന്ന് പറഞ്ഞാലും വിതുര അതിനകത്ത് അത്ഭുതമൊന്നും ഇല്ലടോ. അപ്പോഴാണ് ഇതൊരു കാര്യം മനസ്സിലായത്. അല്ല, ഞാൻ ദുര്യോധനനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പിന്നെ ആരെ ഉദ്ദേശിച്ചാണ് നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് അങ്ങയുടെ മൂത്തപുത്രൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പാണ്ഡുവിൻ്റെ മൂത്തപുത്രൻ്റെ കാര്യമാണ്. പെട്ടെന്ന് ഇടിവെട്ട് കൊണ്ടതുപോലെയാണ് ഇദ്ദേഹത്തിന് തോന്നിയത്. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ, അത് നല്ലതല്ലേ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാണ്ഡുവിൻ്റെ പുത്രന്മാർ ജീവിച്ചിരിക്കുന്നു എന്നത് നല്ലതല്ലേ, അവർ അരക്കിലത്തിൽ വീണ് കത്തിപ്പോയി എന്നല്ലേ വിചാരിച്ച്, മരിച്ചു എന്നല്ലേ വിചാരിച്ചു കൊണ്ടിരുന്നത്. വളരെ നന്നായി, വളരെ നന്നായി, ഈശ്വരൻ അവരെ രക്ഷിച്ചു, ഭാഗ്യം. എന്തായാലും നമുക്ക് പിതാമഹനെ ഒന്ന് കാണുക, ഭീഷ്മരെ കാണുക എന്ന് പറഞ്ഞ് ഭീഷ്മരുടെ അടുത്തേക്ക് ഇദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് വിതുരർ പോയി. അവിടെ ചെന്ന് പറഞ്ഞു, വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ അങ്ങ്? എന്താ വിവരങ്ങൾ? വിവരങ്ങൾ പാണ്ഡുവിൻ്റെ മൂത്തപുത്രൻ അവരൊക്കെ ജീവിച്ചിരിക്കുന്നു. പാണ്ഡുവിൻ്റെ മൂത്തപുത്രൻ അർജുനൻ വില്ലുകുലച്ച് ലക്ഷ്യം ഭേദിച്ച് പാഞ്ചാലിയെ നേടിയിരിക്കുന്നു. അങ്ങനെ ശക്തനായ പാഞ്ചാലനുമായിട്ട് സഖ്യമുണ്ടായിരിക്കുന്നു. ഞാനിതൊക്കെ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ? അതൊക്കെ ഞാൻ അറിഞ്ഞടോ. ഇനി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് താൻ? അല്ല, അവരെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കുക, അവരോടൊന്ന് താമസിക്കട്ടെ.
കൃഷ്ണനെയും ക്ഷണിക്കുന്നുണ്ടോ? കൃഷ്ണനോ? ആ കൃഷ്ണനെ യാദവൻ, ഭഗവാൻ, ശംഖ ചക്ര ഗദാധാരിയായ ഭഗവാൻ, പത്മത്തിൻ്റെ കാര്യം പറയുന്നില്ല അവിടെ, ശംഖ ചക്ര ഗദാധാരിയായ സാക്ഷാൽ ഭഗവാൻ യാദവ രൂപത്തിൽ ദ്വാരകയിൽ വസിക്കുന്നുണ്ടല്ലോ, അദ്ദേഹവും അവിടെയുണ്ട്. ഇതൊക്കെ ഞാൻ അറിഞ്ഞിരിക്കുന്നു, ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ഞാൻ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയും. കൃഷ്ണൻ എന്നുള്ള മഹാഭാരതത്തിലെ നായകൻ്റെ ആദ്യത്തെ രംഗപ്രവേശം ഈ പാഞ്ചാലി സ്വയംവരത്തിനാണല്ലോ. പാഞ്ചാലി സ്വയംവരത്തിലാണ് ആദ്യമായിട്ട് മഹാഭാരതത്തിൽ കൃഷ്ണനെ അവതരിപ്പിക്കുന്നത്. പാഞ്ചാലി സ്വയംവരത്തിലാണ്. വെറുതെ ഒരു സാധാരണക്കാരനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ അവിടെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. മറ്റാരും തിരിച്ചറിഞ്ഞില്ല ഈ വന്നിരിക്കുന്നത് പാണ്ഡവന്മാരാണെന്ന്. ബ്രാഹ്മണ വേഷം ധരിച്ച് ബ്രാഹ്മണർക്കിരിക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന ഭാഗത്ത് ബ്രാഹ്മണരുടെ കൂടെ സ്ഥിതി ചെയ്യുന്ന ഭീമനെയും അർജുനനെയും പിന്നെ ധർമ്മപുത്രരെയും നകുലസഹോദരന്മാരെയും അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നതാണ് സാധാരണ മനുഷ്യനെന്നുള്ള നിലയിൽ പോലും ഉള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ പാഠവും. വേഷച്ഛന്നത കൊണ്ട്, പ്രച്ഛന്ന വേഷം കൊണ്ട് ഇവർക്ക് പാണ്ഡവന്മാർക്ക് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയുടെ രൂക്ഷമായ നിരീക്ഷണ പാഠവത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ബലരാമന് മനസ്സിലായില്ല. അപ്പോൾ ബലരാമനോട് പറഞ്ഞു കൊടുത്തു. നാം കഥയിൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് പാണ്ഡവന്മാരിയ്ക്കുന്നു എന്നുള്ള വസ്തുത. ഈ കൃഷ്ണൻ മഹാഭാരതത്തിൻ്റെ നായകനായിട്ടും വ്യാസൻ എന്തുകൊണ്ടാണ് ഇത്ര ഒരു ലാഘവത്തോടു കൂടിയുള്ള ഒരു അവതരണം നടത്തുന്നത്? ലളിതമായ ജീവിതമാണ്. സാധാരണക്കാരേക്കാൾ സാധാരണനാണ് മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ. ആചാരങ്ങളുടെ കാര്യത്തിൽ, മൂത്ത ആളുകളെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ, ഇളയ ആളുകളോട് വാത്സല്യം കാണിക്കുന്ന കാര്യത്തിൽ, സാധാരണ ഒരു ലൗകിക ജീവിതം നയിക്കുന്നയാൾ കാണിക്കുന്നതിനേക്കാളും വലിയ ദയയും രാമൻ അങ്ങനെയല്ല. രാമൻ താഴത്തേക്ക് ഇടപെടുന്നതിന് ഒരു പരിമിതി ഉണ്ടായിരിക്കും. ആളുകളോട് ഇടപെടുന്നതിന് തന്നെ അദ്ദേഹം പരിമിതി വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഒരു പരിമിതിയുമില്ലാതെ കിടന്ന് വിഹരിക്കുകയാണ് മഹാഭാരതത്തിൽ. അല്ല, നായകന്റെ രംഗപ്രവേശം സാധാരണ നായകന് പ്രാധാന്യമുള്ള ഒരു വേദിയിലായിരിക്കും. ഇത് ഇവിടെ പാഞ്ചാലി സ്വയംവര വേദിയാണ്. കൃഷ്ണൻ ഒരു അപ്രധാന കഥാപാത്രമാണ്, പ്രധാനമായ ആളാണ്. ഒരു തരത്തിലുമുള്ള വർണ്ണ പകിട്ടുകൊണ്ട്, വർണ്ണഭംഗികൾ കലർത്താതെയാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത്. വളരെ സാധാരണ നിലയിൽ ഇത് കഥാനായകനാണ് ഈ വരുന്നത് എന്ന് തോന്നാത്ത വിധത്തിലാണ് അവതരിപ്പിക്കുന്നത്. അത് അവതരണത്തിലെ ഒരു ടെക്നിക്കാണ്. വലിയ ഒരു അന്തരം കാണിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മഹാപ്രഭാവം കാണുമ്പോൾ അന്തിച്ചു പോകാനാണ്. നമുക്ക് കഥ നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് എല്ലാവർക്കും. അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ കൃതി വായിക്കുന്ന ഒരാൾ ഒട്ടും ശ്രദ്ധിക്കില്ല കൃഷ്ണനെ. ആരോ ഒരുത്തൻ എന്ന് മാത്രം, ഇവരോട് ബന്ധമുള്ള ആരോ ഒരുത്തൻ എന്ന രീതിയിൽ മാത്രമേ കൃഷ്ണനെ കാണൂ. അപ്പോൾ ഏറ്റവും പ്രഭാവമുള്ള ആളിനെ ഒട്ടും പ്രഭാവമില്ലാത്ത രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഭീമൻ മരം പറിച്ച് അടിക്കാനൊക്കെ എഴുന്നേൽക്കുമ്പോഴുള്ള വർണ്ണനകൾ നമ്മെ ആകർഷിക്കുന്നതാണ്. നമ്മെ ഭയചകിതരാക്കുന്ന തരത്തിലാണ് ഭീമൻ്റെ ക്രോധത്തെ വർണ്ണിക്കുന്നത്. അപ്പോഴും കൃഷ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട് വളരെ ശാന്തനായിട്ട്. ഈ ആളുകളൊക്കെ എഴുന്നേറ്റ് ഓടുമ്പോഴും കൃഷ്ണൻ ശാന്തമായിട്ട് അവിടെ ഇരിക്കുക. ബലഭദ്രൻ ഇതിൽ പക്ഷം ചേരാൻ താല്പര്യമുണ്ട് അദ്ദേഹത്തിന്. അതനുസരിച്ചുള്ള ഭാവങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. മുഖത്ത് നിന്ന് ഒരു ഭാവവും പ്രതിഫലിക്കുന്നില്ല. ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന നിലയിലുള്ള ഈ ഒരു പരമമായ ശാന്തതയുണ്ട്, പേടിപ്പിക്കുന്ന ഒരു ശാന്തത. ക്രോധത്തെക്കാളും ഭീകരമായ പ്രവൃത്തികളെക്കാളുമൊക്കെ യഥാർത്ഥത്തിൽ പേടിക്കേണ്ടത് എന്തിനെയാണ്? അസാധാരണമായ ശാന്തതയാണ്. ഈ അസാധാരണമായ ശാന്തത ഏറ്റവും വലിയ പ്രഭാവത്തിൻ്റെ ലക്ഷണമാണ്. ഇത് രണ്ടും കൃഷ്ണന് സാധ്യമാണ്. അദ്ദേഹം ശാന്തമായി അവിടെ ഇരുന്നു. ഇപ്പോൾ കഥാനായകനെ അവതരിപ്പിക്കുകയാണ് അന്നത്തെ നിലയ്ക്ക്. ഇപ്പോൾ മഹാകാവ്യത്തിലെ കഥാനായകനെ അവതരിപ്പിക്കുമ്പോൾ പോലും വലിയ വർണ്ണനകളാണ്. അത്തരം വർണ്ണനകളുടെ അകമ്പടിയില്ലാതെ, വർണ്ണനകളുടെ കട്ടിച്ചായമില്ലാതെ, ഗാഠമായ ചായത്തിൽ മുക്കിയല്ല കൃഷ്ണൻ്റെ രൂപത്തെ അവിടെ വരച്ചു വിട്ടിരിക്കുന്നത്. സാധാരണ ഒരു യാദവനിരിക്കുന്നു. യഥാർത്ഥത്തിൽ രാജാധികാരമില്ലാത്തവരാണ് യാദവന്മാർ. അവർ ചെറിയ ചെറിയ രാജ്യങ്ങളിലെ സാമന്ത രാജാക്കന്മാരാണ്. ശൂരസേനൻ
കംസൻ്റെ സാമന്ത രാജാവാണ്. മധുരാപുരിയിലെ ഒരു ചെറിയ പ്രദേശം വാഴുന്നയാളാണ്. അതുകൊണ്ടാണ് രാജസൂയ യാഗത്തിൽ വെച്ച് ഇദ്ദേഹം വിളിക്കും, ദുര്യോധനൻ വിളിക്കും കൃഷ്ണനെ കംസദാസൻ്റെ ദാസൻ്റെ മോനെ എന്ന് വിളിക്കും കൃഷ്ണനെ. എല്ലാവരും കൃഷ്ണനോട് വിരോധമുള്ള ശിശുപാലന് പോലും, കാരണം ഇവരൊക്കെ ഒരു കുടുംബമാണല്ലോ, ആ ശിശുപാലന് പോലും സഹ്യമായി തോന്നിയില്ല ആ വിളി. ആ വിളി കേട്ട് വളരെ ശാന്തനായിട്ട് അവിടെ ഇരുന്നു. അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. എന്തായാലും ഒരു മറുപടി അതിന് പറയണമെന്ന് തോന്നും. ഒരു മറുപടിയും പറഞ്ഞില്ല. എന്തെല്ലാം മറുപടികൾ ദുര്യോധനെ കുറിച്ച് പറയാനുണ്ട്, ഒരക്ഷരം മിണ്ടിയില്ല. വളരെ ശാന്തമായി അവിടെ ഇരുന്നു. പുഞ്ചിരി മാഞ്ഞതുമില്ല. അപ്പോൾ ഈ അസാധാരണത്വമുണ്ട്. കൃഷ്ണനെ പോലെ ഒരു നായകൻ വേറെ ഏതെങ്കിലും ക്ലാസിക്കുകളിൽ കാണാൻ പറ്റുമോ? കാരണം നായകൻ്റെതല്ല ഇവിടെ നായിക, ഒപ്പം നായകൻ ഒരു പ്രതിനായകനെയും പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു നായകനെ വേറെ കാണിക്കാൻ സാധ്യമല്ല പ്രത്യേകിച്ച് ക്ലാസിക് കൃതികളിൽ. ധാരാളം വ്യത്യസ്തതകളോടുകൂടിയ വ്യത്യസ്ത ലക്ഷണങ്ങളോടുകൂടിയ അനേകം നായകന്മാർ ലോകസാഹിത്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്താണ് അങ്ങനെ കാണിക്കാൻ സാധിക്കാത്തത്? മഹാഭാരതം പോലത്തെ ഒരു കൃതിയെയും എടുത്ത് കാണിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ്. ഇത്രയും യുക്തിപൂർവമായിട്ട് പ്രപഞ്ചത്തെ പഠിച്ചിട്ടുള്ള പ്രതിഭകൾ വളരെ കുറവായിരിക്കും ലോകത്ത്, വ്യാസനെ പോലെ. അപ്പോൾ വ്യാസൻ്റെ പ്രതിഭയ്ക്ക് അനുസരിക്കുന്ന ഒരു കൃതി ഉണ്ടാകുന്നു. ആ കൃതിയിൽ വ്യാസൻ്റെയും കൂടി ആത്മാവിൻ്റെ അംശത്തെ സംവഹിക്കുന്ന, വ്യാസൻ്റെ ജീവിത ചിന്താ സംഹിതയുടെ സത്തയെ ആവഹിക്കുന്ന, പ്രപഞ്ചത്തിൻ്റെ മൂലകന്ധം എന്ന് സങ്കല്പിച്ചിട്ടുള്ള ആദിമശക്തി, ആ ആദിമശക്തിയെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ആദിമശക്തിയുടെ പ്രത്യേകത എന്താണ്? ആദിമശക്തി നിഷ്ക്രിയമാണ്, നിരാധാരം. അതിന് ആധാരങ്ങളൊന്നും വേണ്ട, നിരാധാരമാണ്, അവ്യയമാണ്. അതിന് ഒരിക്കലും ഒരു തരത്തിലുള്ള ചെലവും ഇല്ലാത്തതാണ്. അവ്യയമാണ്, അവിനാശ്യമാണ്, അവികാര്യോയം, ചേഞ്ചിന്, മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്തതാണ്. അതെല്ലാം കൂടി സൂചിപ്പിക്കാനാണ് ശാന്തനായ വിധത്തിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത്. ഈ യുദ്ധം കണ്ടിട്ട് അമ്പരക്കുന്നുമില്ല. ബാഹ്യമായി ധാരാളം പരസ്പര വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് തോന്നുന്ന കഥാപാത്രമാണ് ശ്രീകൃഷ്ണൻ. ഇപ്പോൾ ഓക്സിജൻ എന്ന വാതകം, ഹൈഡ്രജൻ എന്ന വാതകം, ഇത് രണ്ടും ശേഖരിച്ച് വെച്ചിട്ട് ആ രണ്ട് വാതകങ്ങളെയും നിരീക്ഷിച്ചെന്നാൽ ഈ വാതകങ്ങളാണ് വെള്ളമെന്ന് വിചാരിക്കില്ല. ഇപ്പോൾ വാതകം കാണുന്ന ആളിന് സയൻസ് അറിഞ്ഞുകൂടെങ്കിൽ ഈ വാതകങ്ങൾ ചേർന്നുണ്ടായതാണ് വെള്ളം എന്ന് വിശ്വസിക്കുന്നതിനൊരു വൈരുദ്ധ്യമില്ലേ? ഇതുപോലത്തെ വൈരുദ്ധ്യം കൃഷ്ണൻ്റെ കാര്യത്തിലുണ്ട്. നമുക്ക് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടും. അപ്പോൾ മനസ്സിലാക്കണം എന്ന ഈ വൈരുദ്ധ്യങ്ങളെ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? കൃഷ്ണൻ്റെ പ്രവൃത്തിയിൽ കാണുന്ന വൈരുദ്ധ്യങ്ങൾ, സ്വഭാവത്തിൽ കാണുന്ന വൈരുദ്ധ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആവിർഭാവത്തിൽ കാണുന്ന വൈരുദ്ധ്യങ്ങൾ, പെരുമാറ്റത്തിൽ, സംഭാഷണത്തിൽ, കർമ്മത്തിൽ ഒക്കെ വൈരുദ്ധ്യങ്ങൾ കാണാം നമുക്ക്. ഈ വൈരുദ്ധ്യങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക? ആ വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കാനുള്ള ദർശനമാണ് ഉപനിഷത്തിൽ കിടക്കുന്നത്. പുറമേ ഭഗവാൻ തന്നെ ആ ദർശനം ഭഗവത്ഗീതയിൽ ഉപദേശിച്ച് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഭഗവത്ഗീതാ ദർശനം ഹൃദയത്തിൽ സംശയരഹിതമായ രൂഢമൂലമാണെങ്കിൽ ഈ സംശയങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. അപ്പോൾ കൃഷ്ണനെ സംബന്ധിക്കുന്ന പ്രഹേളികളെല്ലാം തുറക്കപ്പെടും. കൃഷ്ണനെ സംബന്ധിക്കുന്ന ദാർശനികവും ജീവിത സംബന്ധിയുമായ സമസ്യകളെല്ലാം വൈകാരികവും വൈചാരികവും ചിന്താപരവുമായ സമസ്ത സമസ്യകളും പൂരിപ്പിക്കപ്പെടും. പക്ഷേ എഴുത്തച്ഛൻ പറയുന്നത് ഒട്ടല്ല നിൻകളി കളി പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ, ഒട്ടല്ല നിൻ കളികൾ ഇപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ എന്ന് എഴുത്തച്ഛൻ പറയുന്നുണ്ട്. താഴത്തേക്ക് എഴുത്തച്ഛൻ തന്നെ അതിന് പരിഹാരവും പറയുന്നുണ്ട്. ചമ്മട്ടി പൂണ്ട് കടിഞ്ഞാണും മുറുക്കി ഉടൻ ഇന്ദ്രാത്മജന്നെ യുധി തേർപൂട്ടി നിന്ന് പെത്ത ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ട് കൊന്നതുമൊരു ഇന്ദ്രാത്മജന്നെ ഹരിനാരായണായ നമ. അവിടെ എന്താണ് എഴുത്തച്ഛൻ വർണ്ണിച്ചത്? ചമ്മട്ടി പൂണ്ട് കടിഞ്ഞാണും മുറുക്കി
ഉടൻ ഇന്ദ്രാത്മജന് യുധി തേർപൂട്ടി നിന്ന് ബധ. ഇന്ദ്രൻ്റെ മകനായ അർജുനൻ്റെ തേരാളിയായിട്ട് നിന്നു. ബാലിയെ കൊന്നത്. ഒരു യുദ്ധത്തിൽ, ഒരു ജന്മത്തിൽ. പിന്നൊരിക്കൽ എന്ത് ചെയ്തു? പിന്നൊരിക്കൽ അതിന് മുമ്പത്തെ ഒരു സന്ദർഭത്തിൽ, ഒരു കാലത്തിൽ അദ്ദേഹം ഇന്ദ്രാത്മജനായ ബാലിയെ കൊന്നു. അതാണ് പരിഹാരം പറയുന്നത്. ഇതാണ് വിരുദ്ധങ്ങളായ വിഹാരങ്ങൾ. ലീലകൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ വൈരുദ്ധ്യം പോയി. കൊച്ചുങ്ങൾ വീട് കെട്ടി കളിച്ചിട്ട് ആ വീട് കെട്ടി ഉണ്ടാക്കിയ കൊച്ചുങ്ങൾ തന്നെ അത് തട്ടിത്തെറിപ്പിച്ച് കളയും. അവിടുന്ന് പോകാൻ നേരത്ത് അങ്ങനെയാണ്. അതുപോലെയാണ് പ്രപഞ്ച ലീല. അപ്പോൾ അതുകൊണ്ട് വൈരുദ്ധ്യമില്ല അതിനകത്ത്. അതൊരു ലീലയാണ്, അതൊരു കളിയാണ്. അത് കളിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം കളി, അത് അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് മണ്ണ് കൂട്ടിവെച്ചത് ഉടഞ്ഞു പോയി. നമ്മളൊക്കെ കൂട്ടിവെച്ചിരിക്കുന്ന രൂപങ്ങളാണ്, അതെല്ലാം ഉടഞ്ഞു പോകും. പ്രപഞ്ചവും മൺരൂപമാണ്, അതും ഉടഞ്ഞു പോകും. അത് അതിൻ്റെ ഗതിയാണ്, അതിൻ്റെ സ്വാഭാവികമായ പരിണാമമാണ്. ആ സ്വാഭാവികമായ പരിണാമം എന്ത് എന്ന് ആലോചിച്ച് മനസ്സിലാക്കാത്തിടത്തോളം കാലം അത് വൈരുദ്ധ്യം തോന്നും. അത് സ്വാഭാവികമായ പരിണതിയാണ് എന്ന് തോന്നുമ്പോൾ ആ വൈരുദ്ധ്യം പോവുകയും ചെയ്തു. ജ്ഞാനം കണക്കയുടെ അഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തിയ ഒരു നക്തഞ്ചരിക്കുവത കുന്ന ഒരു ദാസിയെ മനോജ്ഞാംഗിയാക്കിയതും ഒന്നല്ല ആളുഹരി നാരായണായ നമ. ഡയലക്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചൊരു കവിത എഴുതിയിരിക്കുകയാണത്, ഒരു കാവ്യം. അങ്ങനെ ഒരു കാവ്യം ലോകത്തിലില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അത് എഴുത്തച്ഛൻ്റെതല്ല എന്ന് പറഞ്ഞാലും അത് എഴുത്തച്ഛൻ്റെതാണെന്ന് നമുക്ക് തോന്നാനുള്ള കാരണം അതാണ്. ഡയലക്റ്റിക്കൽ മെത്തേഡാണത്. വൈരുദ്ധ്യാത്മകമായ രീതി, വിരുദ്ധമായ വികാരങ്ങളെ വർണ്ണിച്ച് അവയെ സമന്വയിപ്പിക്കുകയാണ്. അതാണ് ഡയലക്റ്റിക്കൽ മെത്തഡ് ഓഫ് റൈറ്റിംഗ് എ പോയട്രി. അസാധാരണമായ ഒരു രീതിയാണ്. ഈ രീതി അതേപടി തന്നെ പഠിച്ച് ആ സാങ്കേതിക വിദ്യ ഏറ്റവും മനോഹരമായി ഉപയോഗിച്ച് വിജയിച്ച കവിയാണ് പിന്നീട് കുമാരനാശാൻ, എഴുത്തച്ഛന് ശേഷം. ചിന്താവിഷ്ടയ സീതയിൽ എടുത്ത് വായിച്ച് നോക്കിക്കോളൂ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട്, അപ്പോൾ കാണും. രുചയാർന്ന മകം കരിഞ്ഞു തൻ പ്രജയ പോറ്റും ഉറുമ്പ് പോലുമേ സുജനാഗ്രണി കാട്ടിൽ അൻപ്രിയൻ നിജ ഗർഭത്തെ വലിച്ചെറിഞ്ഞതേ. ഉറുമ്പ് പോലും അതിൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുകയാണ് ചെയ്യാറ്. ഇദ്ദേഹം എന്ത് ചെയ്തു? സുജനാഗ്രണി, നല്ലൊരു കുത്താൻ കൊടുത്തിരിക്കുന്നത്. സുജനാഗ്രണി, സജ്ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സജ്ജനമായ, ഏറ്റവും ധർമ്മിഷ്ഠനായ എൻ്റെ ഭർത്താവ് സുജനാഗ്രണി കാട്ടിൽ എൻ പ്രിയൻ നിജ ഗർഭത്തെ വലിച്ചെറിഞ്ഞതേ. ഗർഭിണിയായ എന്നെ, അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ കാട്ടിലുപേക്ഷിച്ചു. എന്തൊരു വൈരുദ്ധ്യമാണ്. ഇതെവിടെ നിന്ന് വരുന്നു? ഇതെവിടെ നിന്ന് പഠിച്ച് വശമാക്കി? ഇത് എഴുത്തച്ഛൻ്റെ രചനായ രീതിയാണ്. സ്വയം തോന്നാം, സ്വയം തോന്നുകയില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്കിവിടെ ഒരു ഇത് കിടക്കുന്നു, ഹരിനാമകീർത്തനം. അല്ലെങ്കിൽ കുമാരനാശാൻ ഹരിനാമകീർത്തനം കണ്ടിട്ടില്ലെന്ന് പറയേണ്ടി വരും. അതങ്ങനെ പറയാൻ വഴിയില്ല, കണ്ടിട്ടുണ്ടാകും. അത് ആശാനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുണ്ട്. ഒരു സന്ദർഭം വന്നപ്പോൾ അതൊരു രചനാ രീതിയായി ആശാനും കിട്ടി. ആശാൻ അത് വെച്ച് ചിന്താവിഷ്ടയായ സീത എഴുതി തീർത്തു. അത് ഡയലക്റ്റിക്കൽ മെത്തഡാണ്. അപ്പോൾ ഏറ്റവും പരമശാന്തത, തൻ്റെ ചിത്തത്തിൻ്റെ സ്ഥിരഭാവമായ ഒരാൾ എന്ന നിലയിൽ കൃഷ്ണനെ ആരും ശ്രദ്ധിക്കാത്ത വിധത്തിൽ അവിടെ ആവിഷ്കരിച്ചു. അത് രചനയുടെ ഒരു ടെക്നിക്കുമാണ്, രചനയുടെ ഒരു സങ്കേതവുമാണ്. അതേസമയത്ത് തന്നെ ഇത് പ്രപഞ്ചത്തിൻ്റെ പരമശാന്തതയുടെ ഭാവമാണ്, ബ്രാഹ്മ്യസ്ഥിതിയുടെ ഭാവമാണ്. ഒന്നിലും കുലുങ്ങാതിരിക്കുക. ബ്രഹ്മാനുഭൂതിയുള്ള ആളാണ്, മധുവിദ്യ അറിയുന്ന ആളാണ്, യജ്ഞദർശനം അറിയുന്ന ആളാണ്. ഛാന്തോക്യോപനിഷത്തിൽ യജ്ഞദർശനത്തിന് ഉദാഹരണം പറയാൻ ആവശ്യപ്പെടുമ്പോഴും ആരാണ് ചൂണ്ടിക്കാണിക്കുന്നത്? യജ്ഞദർശനം അങ്ങനെ തന്നെ ഗ്രഹിച്ച് അങ്ങനെ തന്നെ ജീവിതത്തിൽ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളും ദേവകീതനയനായ കൃഷ്ണനാണ് എന്ന് പറയും. അപ്പോൾ ഒരു ചരിത്രത്തിലെ, നമ്മുടെ പ്രാചീന ചരിത്രത്തിലെ അസാധാരണമായ വ്യക്തിത്വമായിരുന്നു കൃഷ്ണൻ. വേദങ്ങളിലൊരു കൃഷ്ണനുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഈ കൃഷ്ണൻ തന്നെയാണോ? വേദങ്ങളിൽ ഒരു കൃഷ്ണനല്ല, പല കൃഷ്ണന്മാരുണ്ട്. ഇപ്പോൾ നമ്മുടെ കാലത്ത് തന്നെ ഒരേ പേരുള്ള എത്രയോ ആളുകളുണ്ടാവും. നമ്മളിതിനു മുമ്പ് അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ധാരാളം ആളുകളുണ്ടാവും. പക്ഷെ അതിനാണ് ഈ യജ്ഞദർശനം അറിയുന്ന കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഒരൊറ്റ കൃഷ്ണനേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ആളുകളെ വിശേഷിപ്പിച്ച് പറയില്ലേ, ഇന്ന പാർട്ടിക്കാരനായ കൃഷ്ണൻ, അല്ലെങ്കിൽ ഇന്ന വീട്ടിൽ
ഇന്ന ആളിൻ്റെ ചിലപ്പോൾ ഇനിഷ്യൽ വരും ഒരുവരായി എന്ന് വരും. അപ്പോൾ വേറെ വിശേഷങ്ങൾ ചേർത്ത് പറയും. ഇവിടെ ദേവകി തനയൻ എന്ന് പറയുന്ന കൃഷ്ണൻ ഒരാളേ ഉള്ളൂ അന്നത്തെ കാലത്ത്. പരമ്പരാഗതമായ ലക്ഷണങ്ങളെ ലംഘിക്കുന്നവരാണ് വലിയ സ്രഷ്ടാക്കൾ. അപ്പോൾ രചനയുടെ ലക്ഷണങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ല. രചന എങ്ങനെ ഇരിക്കണം എന്നുള്ളത് അവർ സ്വയം തീരുമാനിക്കും, അവരുടെ പ്രതിഭ തീരുമാനിക്കും. ഇപ്പോൾ അരിസ്റ്റോട്ടലിയൻ ട്രാജഡി സങ്കല്പങ്ങളുണ്ട്. അരിസ്റ്റോട്ടൽ ദുരന്ത നാടകത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനത്തിനും സങ്കല്പത്തിനും ഒതുങ്ങുന്നതല്ല ഷേക്സ്പീരിയൻ ട്രാജഡീസ്. ഷേക്സ്പിയർ അതൊക്കെ അങ്ങ് ലംഘിച്ചോളും. അദ്ദേഹത്തിൻ്റെ വഴിക്ക് ട്രാജഡി നിർമ്മിച്ചു. പൂർണ്ണമായിട്ട് ലംഘിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും അരിസ്റ്റോട്ടലിയൻ കോൺസെപ്റ്റ് അല്ല. അരിസ്റ്റോട്ടൽ പോയറ്റിക്സിൽ പെരിപോയിതിക എന്ന് പറയുന്ന അരിസ്റ്റോട്ടലിൻ്റെ കാവ്യശാസ്ത്ര ഗ്രന്ഥത്തിൽ അദ്ദേഹം ട്രാജഡിക്ക് കൊടുത്തിരിക്കുന്ന നിർവചനത്തിന് അനുസരിച്ചല്ല ഷേക്സ്പിയറുടെ ദുരന്ത നാടകങ്ങൾ വരുന്നത്. പിന്നെ പ്രഹസനം വെച്ചാൽ കോമഡികൾക്കും അദ്ദേഹം നിർവചനം കൊടുത്തിട്ടുണ്ട്. മഹാകാവ്യങ്ങൾക്കും നിർവചനം കൊടുത്തിട്ടുണ്ട്. ക്ലാസിക് കൃതികൾക്കും നിർവചനം കൊടുത്തിട്ടുണ്ട്. അതൊന്നും പിൽക്കാലത്തെ വലിയ കവികൾ അനുസരിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഉത്തിഷ്ഠമാനനായ പ്രതിഭയും പരമ്പരാഗതമായ രചനാരീതിയെ അതുപോലെ അനുസരിച്ച് രചന നടത്തുന്നവരല്ല. വ്യാസന് മുമ്പ് ഉണ്ടായിരുന്ന രചന എന്താണ്? രാമായണമാണ് അദ്ദേഹത്തിന് എല്ലാത്തിനും മാതൃകയായിട്ടുള്ളത്. രാമായണത്തെ ചില സന്ദർഭങ്ങളിൽ ചില വർണ്ണനകളിൽ ഒക്കെ അദ്ദേഹം അനുകരിച്ചിട്ടുണ്ടെങ്കിലും രാമായണത്തെ പല സന്ദർഭങ്ങളിലും അതിശയിക്കുന്ന തരത്തിലുള്ള, രാമായണത്തെ വകവയ്ക്കാത്ത തരത്തിലുള്ള രചനയും കൂടി ആര് സാധിച്ചിരിക്കുന്നു? വ്യാസൻ സാധിച്ചിരിക്കുന്നു. അപ്പോൾ കൃഷ്ണനെ, ഇപ്പോൾ രാമൻ കഥാനായകനാണ്, പെട്ടെന്ന് നമുക്ക് കഥാനായികയെ കണ്ടുപിടിക്കാം. സീതയാണ് കഥാനായിക. ഇവിടെ കൃഷ്ണൻ കഥാനായകനാണ്, രുക്മിണി കഥാനായികയല്ല, സത്യഭാമ കഥാനായികയല്ല. രുക്മിണിയൊക്കെ വല്ലയിടത്തും ഒരു പ്രാവശ്യം തല കാണിക്കുന്നു എന്നല്ലാതെ രുക്മിണിയേക്കാൾ കൂടുതൽ മഹാഭാരതത്തിൽ തല കാണിക്കുന്നത്, രംഗത്ത് വരുന്നത് സത്യഭാമയാണ്, രുക്മിണിയല്ല. രുക്മിണിക്ക് ഭാഗവതത്തിലാണ് കുറേ കൂടി സ്ഥാനം, മഹാഭാരതത്തിലെ സ്ഥാനം വളരെ കുറവാണ്. അപ്പോൾ അവിടെ നായക സങ്കല്പങ്ങളെ തകർത്തില്ലേ? ആരുടെ? വാൽമീകിയുടെ നായക സങ്കല്പത്തെ ഭഞ്ജിച്ചുകൊണ്ടാണ് തൻ്റെ നായകനെ അവതരിപ്പിക്കുന്നത്. രാമൻ ഒരു നിശബ്ദ ജീവിയാണ്, വലിയ ധർമ്മിഷ്ഠനാണ്, പക്ഷേ നിശബ്ദ ജീവിയാണ്. രാമൻ ഒരു 2 പ്രാവശ്യമേ രാമൻ ഹാസ്യം പ്രയോഗിച്ചിട്ടുള്ളൂ. 2 പ്രാവശ്യമേ ഒരു പരിധി വിട്ട് രാമനൊരു പ്രശ്നത്തിൽ, രാഷ്ട്രീയമല്ലാത്ത പ്രശ്നത്തിൽ, പ്രജാപരിപാലനമല്ലാത്ത പ്രശ്നത്തിൽ ഏർപ്പെട്ടിട്ടുള്ളൂ. ഒന്ന് ശൂർപ്പണഖ വരുമ്പോഴാണ്. ശൂർപ്പണഖയോട് പറയും, ദാ നിൽക്കുന്നവനുണ്ടല്ലോ, അവനോട് പോയിട്ട് ഭാര്യയാക്കാമെന്ന് ചോദിക്കുക എന്ന് പറയും. ഭാര്യയാക്കാൻ ഒക്കില്ലെന്ന് രാമനറിയാം. അവൻ എന്തിനാണെന്ന് പറഞ്ഞത്? ചെറിയൊരു ഹാസ്യം. എന്താ അങ്ങനെ അവരെ ഹസിക്കണമെന്ന് തോന്നിയത്? വളരെ പ്രായമുള്ള സ്ത്രീ വളരെ ചെറുപ്പക്കാരിയെ പോലെ വന്നിരിക്കുകയാണ്, അതാണ് കാരണം. അപ്പോൾ ഒരു ഹാസ്യം തോന്നി. ദ്രവ്യങ്ങളോട് ഇച്ഛ വളരെ കുറച്ച് മാത്രം പ്രകടിപ്പിക്കേണ്ടുന്ന ഒരു ബ്രാഹ്മണൻ മഹാദ്രവ്യേച്ഛയുടെ ദുർഭൂതം പോലെ തുള്ളി വന്നപ്പോഴാണ് ഈ വടിയൊന്ന് അങ്ങോട്ട് എറിയുക. ആ വടി എറിഞ്ഞാൽ എവിടെ വീഴുമോ അതിനുള്ളിലുള്ള ഗോശാലകളിലെ പശുക്കളെ മുഴുവൻ ഞാൻ അങ്ങേക്ക് തന്നേക്കാം എന്ന് പറഞ്ഞത്. അവിടെ ചെറിയൊരു ഹാസ്യമുണ്ട്. ഇങ്ങനെ 2 സന്ദർഭങ്ങളിൽ മാത്രമാണ് ഒരു ഗൗരവം വിട്ട് രാമൻ പെരുമാറുന്നത്. കൃഷ്ണൻ അങ്ങനെയൊന്നുമില്ല. ഗൗരവം വേണ്ടെടുത്ത് ഗൗരവം, ഹാസ്യം വേണ്ടെടുത്ത് ഹാസ്യം. തനിക്ക് സ്വന്തമായ സ്വഭാവമൊന്നുമില്ല എന്ന് തോന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന്. എന്താണ് കാരണം? നിർഗുണനാണ്, അതാ കാരണം. അതുകൊണ്ട് സ്വന്തമായ സ്വഭാവമൊന്നുമില്ല. ദുര്യോധനൻ്റെ അടുത്ത് ചെന്നാൽ ദുര്യോധനൻ്റെ സ്വഭാവം കാണിക്കും തിരിച്ച്. ധർമ്മപുത്രയുടെ അടുത്ത് ചെന്നാൽ ധർമ്മപുത്രയുടെ സ്വഭാവം എന്താണോ ആ സ്വഭാവം തന്നെ ഭഗവാനിൽ നിന്ന് വരും. വലിയ വേദാന്തിയുടെ അടുത്ത് ചെന്നാൽ വേദാന്തിയുടെ സ്വഭാവം വരും. അപ്പോൾ താൻ ആരെയാണോ അഭിമുഖീകരിക്കുന്നത്, താൻ ആരോട് സംസാരിക്കുന്നുവോ അവരുടെ സ്വഭാവം തിരിച്ചു കിട്ടും. ആ സ്വഭാവത്തിലുള്ള മറുപടിയും ആ സ്വഭാവത്തിലുള്ള പ്രതികരണവും ആ സ്വഭാവത്തിലുള്ള പ്രതിക്രിയയും ആ സ്വഭാവത്തിലുള്ള പ്രത്യാഘാതവും തിരിച്ചു കിട്ടും. സ്വന്തമായ സ്വഭാവമില്ല. എന്താണ് കാരണം? അഭാവമാണ്, നിഷ്ക്രിയനാണ്, നിർഗുണനാണ്.
ഇതൊക്കെ ഈ ഒരു മൂർത്തിയായിട്ടിരുന്നുകൊണ്ട്, അവതാര പുരുഷനായിട്ടിരുന്നുകൊണ്ട് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ദർശനത്തിൻ്റെ ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കുന്നതാണ്. അത് മഹാരചനയാണ്. അതുകൊണ്ടാണ് അത് മനസ്സിലാവാത്തത്. ഈ ഭീഷ്മരും വിദുരരും അങ്ങനെ അപൂർവം ചിലർക്ക് ഒഴികെ വേറെ മഹാഭാരതത്തിൽ പൊതുവെ ഈ ജനസമൂഹത്തിന് ഭഗവാന്റെ ഈ ദിവ്യത്വവും അവതാരമാണെന്ന് അറിയാമായിരുന്നു. അറിയാം. അതുകൊണ്ടാണല്ലോ കൊച്ചുങ്ങളൊക്കെ എടുത്ത് തലയിലും 2 തോളത്തും കൊച്ചുങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് തന്തമാർ നിൽക്കുന്നത് ഇദ്ദേഹത്തെ കാണിച്ചു കൊടുക്കാനായിട്ട്. കൃഷ്ണൻ വരുന്നു എന്ന് എല്ലാവരും മാലയും പൂക്കളും ഒക്കെ ആയിട്ടാണ്, പാല്, വെണ്ണ ഇതൊക്കെ ആയിട്ടാണ് വരുന്നത് അദ്ദേഹത്തെ കാണാൻ. ഈ മാളികയുടെ മുകളിലേക്കൊക്കെ ആളുകൾ കയറി ഇനി കയറല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിറങ്ങാനും വീണാലോ എന്നുള്ള ഇതാണ്. അപ്പോൾ കെട്ടിടം ചലിക്കാൻ തുടങ്ങിയെന്നാണ് വർണ്ണന. കൃഷ്ണനെ കാണാൻ ആളുകൾ കയറി നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള വലിയ നേതാക്കന്മാർ വരുമ്പോൾ ആളുകൾ കൂടി നിൽക്കില്ലേ, അതുപോലെയല്ല. അപ്പോൾ ആൾക്കൂട്ടമായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കാണാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് എടുത്ത് തോളത്തും തലയിലൊക്കെ ഇരുത്തിയിരിക്കുന്നത്. എന്നിട്ട് നിവൃത്തിയില്ല, ഇത് മാല കൊണ്ട് കഴുത്തിടാനെ കൊണ്ട് അടുക്കാൻ നോക്കണ്ടേ, അതൊക്കാത്തത് കൊണ്ട് മാല എറിഞ്ഞു കൊടുക്കുകയാണ്. അത് പിടിച്ചെടുത്തിട്ട് കൃഷ്ണൻ തിരിച്ച് അവർക്ക് തന്നെ എറിഞ്ഞു കൊടുക്കും. അപ്പോൾ അതൊന്നും ഒരു പുതിയ കാര്യമല്ല. പണ്ട് നെഹ്റുവോ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ആളുകൾ ചെയ്തിരുന്നതിലൊന്നും ഒരു പുതുമയുമില്ല. ഇങ്ങനെയാണ്. പിന്നെ മറ്റവർ സ്വീകരിക്കാൻ നിർത്തിയ വഴിക്ക് കൂടി അദ്ദേഹം വന്നതേയില്ല. ആര് സ്വീകരിക്കാൻ നിർത്തിയിരുന്നത്? മാറമറിക്കാതെ തരണികൾ പോയി നിൽക്കട്ടെ എന്നാണ് കൃഷ്ണനെ സ്വീകരിക്കാനേ ധൃതരാഷ്ട്രം കൊടുത്ത ആജ്ഞയാണ്. ആ വഴിക്ക് അദ്ദേഹം വന്നില്ല, വേറെ വഴിക്ക് പോന്നു. അപ്പോൾ സ്വീകരിക്കാൻ നിന്നവർ അവിടെ നിന്നു, അദ്ദേഹം വേറെ വഴിക്ക് ഹസ്തിനപുരിയിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെ അറിയുകയാണ് താൻ സ്വന്തം നിലയിൽ. അപ്പോൾ സ്വന്തമായ സ്വഭാവം കാണിക്കാതെ, സ്വഭാവമില്ലാത്ത വസ്തുവിൻ്റെ സ്വഭാവം എന്തായിരിക്കും? അത് ഏതുമായിട്ട് ബന്ധപ്പെടുന്നുവോ അതിൻ്റെ സ്വഭാവമാണ് അതിനുണ്ടാകുന്നത്. ഇപ്പോൾ വെളുത്ത കുപ്പി അല്ലെങ്കിൽ വെളുത്ത സ്ഫടികം, അതിലെന്ത് നിറം ഒട്ടിച്ച് വെച്ചാൽ ആ നിറം അത് കാണിക്കും, അല്ലേ? അങ്ങനെയല്ലേ? സ്ഫടികത്തിൻ്റെ പിന്നിൽ ഏത് നിറം ഒട്ടിച്ച് വയ്ക്കുന്നുവോ ആ നിറമാണ് സ്ഫടികത്തിനെന്ന് തോന്നും. അതുപോലെയാണ് കൃഷ്ണൻ. സ്വന്തമായി ഗുണമില്ലാത്തതുകൊണ്ട് ചെല്ലുന്ന വ്യക്തി ഏത് തരത്തിൽ പെരുമാറാനാണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിൽ പെരുമാറും. സൂത്രത്തിൽ കൃഷ്ണനെ വശീകരിക്കാനാണ് ആര് ചെന്നത്? യുദ്ധത്തിൽ ക്ഷണിക്കാൻ ദുര്യോധനൻ ചെന്നത്. നേരെ തിരിച്ചായിപ്പോയി അനുഭവം. കൃഷ്ണൻ ദുര്യോധനനെ വഞ്ചിച്ചു. അപ്പോൾ ദുര്യോധനൻ്റെ അടുത്ത് വഞ്ചന, സ്നേഹത്തോടുകൂടി ചെന്ന അർജുനൻ്റെ അടുത്ത് സ്നേഹം. അപ്പോൾ അങ്ങോട്ട് എന്ത് കൊണ്ടു ചെല്ലുന്നുവോ അതിങ്ങോട്ട് കിട്ടും. ഇതാണ് ബ്രഹ്മസ്വഭാവം, ഇതാണ് നിർഗുണത്വം, ഇതാണ് നിരീഹത്വം, ഇതാണ് നിഷ്കിഞ്ചനത്വം, ഇതാണ് നിർമ്മമത്വം.